ഹലോ എവ്രി വൺ, വെൽക്കം ടു അമ്മൂസ് കിച്ചൺ. നമുക്കിന്ന് ബാസ്ലമ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം. ഇതൊരു ടർക്കിഷ് ഫ്ലാറ്റ് ബ്രെഡ് ആണ്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം കേട്ടോ. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് വീറ്റ് ഫ്ലോർ, ആട്ടയല്ല സാധാരണ ഗോതമ്പ് പൊടിച്ചെടുത്തിരിക്കുന്നതാണിത്. അപ്പോൾ ഇത് 2 കപ്പ്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തൈരാണ്. നമ്മുടെ കർഡ് 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് വാം മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തിളപ്പിച്ച് ആറിയ പാലാണ്, ഒത്തിരി ആറിയിട്ടില്ല, ചെറു ചൂടുണ്ട്. അത് 1/4 കപ്പ് എടുത്തിട്ടുണ്ട്, അതായത് ഏകദേശം 50 ml ഉണ്ട്. 1 ടേബിൾ സ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിലോ ഒലിവ് ഓയിലോ എടുക്കാം. ഞാനിപ്പോൾ ഇന്ന് എടുത്തിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അതുപോലെ തന്നെ ഡ്രൈഡ് ഈസ്റ്റ്, നമ്മുടെ ഈസ്റ്റ് 1 ടീസ്പൂണും 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ചെറു ചൂടുവെള്ളവും കൂടി കലക്കി വെച്ചിരിക്കുന്നതാണ് ഇത്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുറച്ച് ചെറു ചൂടുവെള്ളം, അത് ആവശ്യത്തിന്, അതുപോലെ തന്നെ അല്പം ഉപ്പ്, അതും ആവശ്യത്തിന്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഈ 2 കപ്പ് വീറ്റ് ഫ്ലോറിലേക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലോട്ട് നമുക്കിനി എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ ഈസ്റ്റ് ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് പാലും ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഇളക്കാം. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ എടുത്തു വെച്ചിരുന്ന 1/2 കപ്പ് തൈര് ഇട്ട് കൊടുക്കാം. ഈ തൈരിന് പുളിയില്ല കേട്ടോ, പുളിയില്ലാത്ത തൈര് എടുക്കാവുള്ളേ, പുളിപ്പുള്ള തൈര് എടുക്കരുത്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവേ. ഞാനിവിടെ ഇത് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് കുഴച്ചെടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളം, ഇത് ലൂക്ക് വാം വാട്ടറാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കുക. കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചേക്കുന്ന 1 ടേബിൾ സ്പൂൺ ഓയിലിൽ നിന്ന് സ്വല്പം നമ്മുടെ കയ്യിലേക്ക് ഒഴിച്ചു കൊടുത്ത് കയ്യിലൊന്ന് തിരുമ്മിയിട്ട് നമുക്കിതൊന്നും കൂടി കുഴച്ചെടുക്കാം. ഇത് കണ്ടോ, ഇതിപ്പം ഞാനിവിടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ആ 1 ടേബിൾ സ്പൂണിൽ ബാക്കിയിരിക്കുന്ന എണ്ണ വെച്ച് നമുക്ക് ഇതൊന്ന് എണ്ണ തടവി കൊടുക്കാം. ജസ്റ്റ് എണ്ണ തടവി കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇത് 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം കേട്ടോ. ഇതിപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉരുട്ടി ഓരോ ബോൾസ് ആയിട്ട് എടുക്കാം. അതിനായിട്ട് ഞാനിത് വർക്ക് ടോപ്പിലേക്കൊന്ന് മാറ്റുവാണ്. എടുത്ത് ഈ വർക്ക് ടോപ്പിൻ്റെ മുകളിലേക്കൊന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അടിയിൽ ഞാൻ സ്വല്പം പൊടി വിതറി കൊടുക്കുക കേട്ടോ. നമ്മുടെ വീറ്റിൻ്റെ പൗഡർ തന്നെയാണ്, സ്വല്പം ഇട്ട് കൊടുത്തു. നമുക്ക് ഒന്നുകൂടി ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് കേട്ടോ ഞാൻ ആ പൊടി ഇട്ടത്. ഇങ്ങനെ ഒന്ന് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇത് മുറിച്ചെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഇതിപ്പോൾ ഞാനിവിടെ ഓരോ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേളിലേക്ക് ഞാൻ നേരത്തെ നമ്മൾ എടുത്ത 1 ടേബിൾ സ്പൂൺ ഓയിലിൽ നിന്ന് തന്നെ കുറച്ച് ഓയിൽ ഇങ്ങനെ തടവി വെച്ചിട്ടുണ്ട്. ഇത് ഡ്രൈ ഔട്ടായി പോകാതിരിക്കാനാണ് ഞാൻ അങ്ങനെ തടവി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമുക്കിനി ഇത് എങ്ങനെയാണ് പരത്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഉരുട്ടി എടുത്ത് വെച്ചിരിക്കുന്ന ആ ബോളിൽ നിന്ന് ഒരെണ്ണം നമ്മൾ എടുത്തു. എന്നിട്ട് നമുക്ക് പരത്തി എടുക്കാം. ഇതിനകത്തേക്ക് ടോട്ടൽ നമ്മൾ ഫുൾ റെസിപ്പിക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ടോട്ടൽ നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാം. ഇത് കണ്ടോ, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ പരത്തിയെടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടി കുറയ്ക്കേണ്ട കേട്ടോ, അത്യാവശ്യത്തിന് കട്ടിയിലെടുക്കാം. അപ്പം നമ്മുടെ കല്ലിവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിതിട്ട് കൊടുക്കാം. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം.
ഒരു 10 സെക്കൻഡ് കഴിയുമ്പോൾ നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. ഇനി നമുക്കിതൊന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് പൊങ്ങി വരും. നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ ഇവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് സ്വല്പം ബട്ടർ തേച്ച് കൊടുക്കാം കേട്ടോ. ബട്ടർ ഇഷ്ടമുള്ളവർക്ക് ബട്ടർ തേച്ച് കൊടുക്കാം. ഇനി ബട്ടർ തേച്ച് കൊടുക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലാണേലും തേച്ച് കൊടുത്താൽ മതിയേ. അപ്പോൾ നമ്മുടെ ബാസ്ലമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കണേ. നല്ല ടേസ്റ്റാണ്, അതുപോലെ തന്നെ വളരെ സോഫ്റ്റാണ്. ഞാൻ ഒരെണ്ണം എടുത്ത് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, വളരെ സോഫ്റ്റാണിത്. ഇതെല്ലാവരും ചെയ്ത് നോക്കണം. മുറിച്ചും കാണിക്കാം. ഇത് കണ്ടോ, നല്ല സോഫ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കണേ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്